ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖമല്ല എല്ലാവർക്കും? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. സൂപ്പർ ഹീറോസ് ഒരുപാടുള്ള ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കിക്കേ. അങ്ങനെ ഒരു ലോകത്താണ് ഈ കഥ നടക്കുന്നത്. ഇപ്പോഴാ ലോകത്തെ സംരക്ഷിക്കുന്നത് രണ്ടു പേരാണ്. ഒരാളെ കമാൻഡർ എന്നും രണ്ടാമത്തെ ആളെ ജെറ്റ് സ്ട്രീം എന്നാണ് പറയുന്നത്. ഇവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. കമാൻഡറുടെ കഴിവ് സൂപ്പർ സ്ട്രെങ്ത് ആണ്, എന്നാൽ ജെറ്റ് സ്ട്രീമിനാണെങ്കിൽ പറക്കാനുള്ള കഴിവാണുള്ളത്. ഇവരുടെ യഥാർത്ഥ പേര് സ്റ്റീവ് ആൻഡ് ജോസി എന്നാണ്. സൂപ്പർ ഹീറോ ജോലികൾ ഇല്ലാത്ത സമയത്ത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ് ഇവർ ചെയ്യുന്നത്. ഇനി ഈ സൂപ്പർ ഹീറോസിന്റെ മകനെ പരിചയപ്പെടാം. ഇവന്റെ പേര് വിൽ സ്ട്രോങ് ഹോൾഡ് എന്നാണ്. അച്ഛനും അമ്മയും സൂപ്പർ ഹീറോ ആണെങ്കിലും ഇവൻ അങ്ങനെ പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല. അങ്ങനെ ഒരു ശക്തി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. പക്ഷെ ഇതുവരെ അത് നടന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും സ്റ്റീവിന്റെ വിചാരം തന്റെ മകന് സൂപ്പർ പവർ ഉണ്ടെന്നാണ്. ഇന്ന് വില്ലിന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്ന് അവൻ ആദ്യമായിട്ട് ഒരു സ്കൂളിൽ പോവാണ്. സാധാരണ സ്കൂൾ അല്ല ഇത്. ഇത് സൂപ്പർ ഹീറോസിനെ അവരുടെ പവറുകൾ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ്. ആ സ്കൂളിന്റെ പേരാണ് സ്കൈ ഹൈ. അവന്റെ അച്ഛനും അമ്മയും ആ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. ഈ സമയം തങ്ങളുടെ മകൻ ആദ്യമായിട്ട് ആ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് അവരിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയം വില്ലാണെങ്കിൽ ശരിക്കും ടെൻഷനിലാണ്. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ളവർ അവന്റെ പവേഴ്സിനെ കുറിച്ച് ചോദിക്കും. അപ്പോൾ പിന്നെ അവൻ എന്തു പറയും എന്നൊക്കെയാണ് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വില്ലിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ലൈലയും അവന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇവർ ഒരുമിച്ചാണ് ഇന്ന് സ്കൂളിൽ പോകുന്നത്. പക്ഷെ ഇവൾ വില്ലിനെ പോലെയല്ല. ഇവക്ക് ചെടികളെയും മരങ്ങളെയും കൺട്രോൾ ചെയ്യാനുള്ള പവർ ഉണ്ട്. അങ്ങനെ അച്ഛനും അമ്മയും ലൈലയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്റ്റീവിന്റെ സൂപ്പർ ഹീറോ ഫോൺ ബെല്ലടിക്കുന്നത്. സാധാരണ ഈ ഫോണിലാണ് സിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായ അയാളെ വിളിച്ച് അറിയിക്കുന്നത്. സിറ്റിയിൽ ഒരു വലിയ റോബോട്ട് അറ്റാക്ക് നടത്തുന്നുണ്ട് എന്നാണ് അതിൽ അവരെ അറിയിക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ കമാൻഡറും ജെറ്റ് സ്ട്രീമും ഉടനെ തന്നെ സിറ്റിയിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ വേഗം തന്നെ കമാൻഡർ ആ റോബോട്ടുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അയാൾ ശക്തിയായി ആ റോബോട്ടിനെ നെഞ്ചത്തിട്ട് ഒരു ഇടി കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ റോബോട്ട് മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു. ഇതെല്ലാം ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് വില്ലും ലൈലയും. ഈ കമാൻഡറിന് ഒരു ഹോബിയുണ്ട്. അയാൾ ഏതെങ്കിലും ഒരു സൂപ്പർ വില്ലനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ ആ വില്ലനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം അയാൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കും. ഇത്തവണ റോബോട്ട് ആയതുകൊണ്ട് അതിന്റെ ഒരു കണ്ണാണ് അയാൾ സൊവനീർ ആയിട്ട് എടുത്തിരിക്കുന്നത്. അങ്ങനെ വില്ലും ലൈലയും കൂടെ സ്കൂൾ ബസ് വരുന്ന സ്ഥലത്തേക്ക് നടക്കാൻ തുടങ്ങി. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവർക്ക് പോവേണ്ട ബസ് എത്തി. ഇതിലെ ഡ്രൈവറിന്റെ പേര് റോൺ വിൽസൺ എന്നാണ്. ദ ബസ് ഡ്രൈവർ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. ആ ബസ്സിനകത്ത് ഫ്രഷേഴ്സ് ആയ കുറെ കുട്ടികൾ ഇരിക്കുന്നുണ്ട്. അവരെല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന രണ്ട് സൂപ്പർ ഹീറോസ് ആണ് വില്ലിന്റെ അച്ഛനും അമ്മയും. അതുകൊണ്ട് തന്നെ അവനെ പരിചയപ്പെടുമ്പോൾ വല്ലാത്തൊരു ആരാധനയാണ് അവന്റെ അടുത്ത് അവർക്ക് തോന്നുന്നത്. പക്ഷെ തനിക്ക് പവേഴ്സ് ഇല്ല എന്നറിയുമ്പോൾ ഇവരെന്തായിരിക്കും വിചാരിക്കുക എന്നാണ് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും കയറിക്കഴിഞ്ഞ് ആ ബസ് സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി. ആ നാട്ടിലെ സാധാരണക്കാരുടെ കണ്ണിൽ അത് സാധാരണ ഒരു സ്കൂൾ ബസ്സാണ്. കാരണം സ്കൈ ഹൈ എന്നൊരു സ്കൂളിനെ കുറിച്ചിട്ട് സാധാരണക്കാർക്ക് ആർക്കും അറിയത്തില്ല. ആ സ്കൂൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം വളരെ സീക്രട്ട് ആണ്. എന്നാൽ ആ ബസ് ഒരു പ്രത്യേക പാലത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ആ ബസ്സിന്റെ പേര് മാറാൻ തുടങ്ങും. മാത്രമല്ല ബസ്സിന് ചിറകും മുളയ്ക്കും. പിന്നെ ആ ബസ് ഒരു ജെറ്റാണ്. ആകാശത്തിലൂടെയാണ് പിന്നെ അതിന്റെ യാത്ര. കാരണം സ്കൈ ഹൈ എന്ന ആ സ്കൂൾ ഇരിക്കുന്നത് ഭൂമിയുടെ കുറെ മുകളിലാണ്. പക്ഷെ സ്പേസിലല്ല കേട്ടോ. ഗ്രാവിറ്റി ഇല്ലാതാക്കാനുള്ള ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് ആ സ്കൂളിനെ താങ്ങി നിർത്തിയിരിക്കുന്നത്. അങ്ങനെ കുറെ നേരം പറന്ന് അവർ ആ സ്കൂളിന്റെ മുറ്റത്ത് ലാൻഡ് ചെയ്യാണ്. ഉടനെ തന്നെ എല്ലാവരും ഇറങ്ങാൻ തുടങ്ങി. ബസ് ഡ്രൈവർക്ക് വില്ലിനെ ശരിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിനക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് റോൺ അവന്റെ ഒരു കാർഡ് വില്ലിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ പുതിയ എല്ലാ കുട്ടികളും ആ സ്കൂളിലേക്ക് നടക്കാൻ തുടങ്ങി. അവിടുത്തെ കാഴ്ചകളൊക്കെ അവരെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നുണ്ടായിരുന്നു. പലതരത്തിലുള്ള ഒരുപാട് കഴിവുകളുള്ള കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. ഈ സമയത്താണ് അവരൊരു കാഴ്ച കാണുന്നത്. ഒരേപോലെ ഇരിക്കുന്ന കുറെ കുട്ടികൾ ഒരുമിച്ച് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ പേര് പെന്നി എന്നാണ്. അവക്കിങ്ങനെ അവളുടെ തന്നെ കുറെ കോപ്പീസ് ഉണ്ടാക്കാൻ സാധിക്കും. വളരെ കൗതുകത്തോടെ അവളെ തന്നെ നോക്കി നിൽക്കുമ്പോഴാണ് രണ്ട് സീനിയേഴ്സ് അങ്ങോട്ട് വന്നിട്ട് അവരെ റാഗ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതിൽ ഒരുത്തിന് സൂപ്പർ സ്പീഡ് ഉണ്ട്. അവനെ വിളിക്കുന്നത് സ്പീഡ് എന്നാണ്. എന്നാൽ മറ്റവനാണെങ്കിൽ റബ്ബറിനെ പോലെ വലിയാൻ സാധിക്കും. അവന്റെ പേര് ലാഷ് എന്നാണ്. ഇവരെപ്പോഴും ഒരുമിച്ചാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ സ്പീഡും ലാഷും കൂടെ പുതിയ കുട്ടികളെ റാഗ് ചെയ്യുന്നത് കാണുമ്പോൾ ഗ്വെൻ എന്നു പേരുള്ള ഒരു പെണ്ണങ്ങോട്ട് വരുന്നുണ്ട്. ഇവൾക്കാണ് പുതിയ കുട്ടികളെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കേണ്ട ഡ്യൂട്ടി. അവൾ നല്ല സുന്ദരിയാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ വില്ലൻ അവളുടെ അടുത്ത് ക്രഷ് അടിക്കാൻ തുടങ്ങി. അങ്ങനെ ഗ്വെൻ എല്ലാവരെയും കൊണ്ട് സ്കൂളിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അവരെല്ലാവരും ഒരു ഹാളിലേക്കാണ് പോകുന്നത്. ഈ സമയത്താണ് അവരുടെ പ്രിൻസിപ്പാൾ അങ്ങോട്ട് വരുന്നത്. ഇവരുടെ പേര് പവർ എന്നാണ്. അവരങ്ങോട്ട് വന്നിട്ട് കുട്ടികളെ വെൽക്കം ചെയ്ത് ആ സ്കൂളിലെ നിയമങ്ങളെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങി. അതായത് അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെയും പവേഴ്സ് എന്തൊക്കെയാണ് എന്നൊരാൾ ചെക്ക് ചെയ്യും. എന്നിട്ട് ആ പവേഴ്സിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ ഗ്രൂപ്പായിട്ട് തിരിക്കും. അതിനെ പവർ പ്ലേസ്മെന്റ് എന്നാണ് പറയുന്നത്. നല്ല കഴിവുകളുള്ള കുട്ടികളാണെങ്കിൽ അവരെ ഹീറോസിന്റെ ഗ്രൂപ്പിലും, കുറഞ്ഞ കഴിവുകളുള്ള കുട്ടികളാണെങ്കിൽ അവരെ സൈഡ് കിക്ക് എന്ന പേരിലുള്ള ഒരു ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നത്. ഈ രണ്ട് ഗ്രൂപ്പും രണ്ട് വ്യത്യസ്ത ക്ലാസ്സുകളിലാണ് പഠിക്കുക. അവിടെ മെയിൻ ആയിട്ടും പഠിപ്പിക്കുന്നത് ഒരു സൂപ്പർ വില്ലന്റെ അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ അവരെ നേരിടാമെന്നാണ്. ആ സൂപ്പർ വില്ലനെ നേരിടേണ്ടത് ഹീറോയുടെ ഡ്യൂട്ടിയാണ്. ആ ഫൈറ്റിൽ ഹീറോയെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് സൈഡ് കിക്കിന്റെ ജോലി. അങ്ങനെ അവിടുത്തെ കോച്ചായ ബൂമർ അങ്ങോട്ട് വന്നിട്ട് കുട്ടികളുടെ പവർ ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇയാളെ സോണിക് ബൂം എന്നാണ് വിളിക്കുന്നത്. ഇയാൾക്ക് ദേഷ്യം വന്ന ഭീകരമായ ശബ്ദമാണ് പുറത്തേക്ക് വരിക. അങ്ങനെ ആദ്യം
ആദ്യം വരുന്ന കുട്ടി ലാറിയാണ്. ഇവൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവന് പാറമനുഷ്യനായിട്ട് മാറാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവനെ ഹീറോയുടെ ഗ്രൂപ്പിലാണ് ചേർക്കുന്നത്. അടുത്തതായിട്ട് വരുന്നത് സാക്ക് ആണ്. ഇവന് ഗ്ലോ ചെയ്യാൻ സാധിക്കും, പക്ഷെ അതിന് ഇരുട്ടുള്ള റൂം വേണം. ഈ ഒരു സമയത്ത് അവൻ അവന്റെ കഴിവ് കോച്ചിനെ കാണിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെ സൈഡ് കിക്കിന്റെ ഗ്രൂപ്പിലാണ് ചേർക്കുന്നത്. അടുത്തതായിട്ട് വരുന്നത് ഈതൻ ആണ്. ഇവന് ഫ്ലൂയിഡ് ആയിട്ട് മാറാൻ സാധിക്കും, എന്നാൽ അതൊരു ഹീറോയുടെ കഴിവല്ല എന്ന് പറഞ്ഞിട്ട് അവനെ സൈഡ് കിക്കിന്റെ ഗ്രൂപ്പിലാണ് ചേർക്കുന്നത്. പിന്നെ ഒരാൾക്ക് കുറെ കൈകളുണ്ട്, മറ്റൊരാൾക്കാണെങ്കിൽ ബോളായിട്ട് മാറാൻ സാധിക്കും, വേറൊരാൾക്ക് ആസിഡ് തുപ്പാൻ സാധിക്കും. അങ്ങനെ കഴിവുകളുള്ള കുട്ടികളുടെ ഒരു നീണ്ട നിര തന്നെ കിടക്കുവാണ്. അതിലൊരു പെൺകുട്ടിയുണ്ട്, ഇവളെ മജന്ത എന്നാണ് വിളിക്കുന്നത്. ഇവളുടെ കഴിവ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവക്ക് എലിയായിട്ട് ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. എലിയായിട്ട് മാത്രമേ അവൾക്ക് മാറാൻ സാധിക്കൂ. അതുകൊണ്ട് ഇവളൊരു സൈഡ് കിക്ക് ആണ്. അടുത്തതായിട്ട് ലൈലയുടെ ഊഴമാണ്. പക്ഷെ അവളെ വിളിക്കുമ്പോൾ അവൾ അവളുടെ ശക്തി വെളിപ്പെടുത്താൻ തയ്യാറാവുന്നില്ല. എന്റെ ശക്തി വെളിപ്പെടുത്തേണ്ട സിറ്റുവേഷൻ വരുമ്പോഴേ ഞാനത് വെളിപ്പെടുത്തൂ എന്നാണ് അവൾ പറയുന്നത്. ശരിക്കും ഹീറോസിന്റെ ഗ്രൂപ്പിലാണ് അവൾ വരേണ്ടത്, പക്ഷെ ശക്തി വെളിപ്പെടുത്താത്തോണ്ട് ബൂമർ അവളെ സൈഡ് കിക്ക് ആക്കാണ്. അടുത്ത ഊഴം വില്ലിന്റേതാണ്. പക്ഷെ അപ്പോഴേക്കും ലഞ്ച് ബ്രേക്ക് ആയി. അതുകൊണ്ട് ഇനി ഉച്ചയ്ക്ക് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് ബൂമർ ആ ക്ലാസ് പിരിച്ചുവിടാണ്. അങ്ങനെ എല്ലാവരും അവരുടെ കഫ്റ്റേരിയയിലെത്തി. സൈഡ് കിക്സ് എല്ലാവരും ഇപ്പോൾ ഒരു കൂട്ടായിട്ടുണ്ട്. അവർ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഈ സമയത്താണ് വില്ല് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. കുറച്ച് സമയമായിട്ട് ഒരു സീനിയർ പയ്യൻ അവനിങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ മുഖത്ത് നല്ല ദേഷ്യവും പ്രകടമാണ്. ബാക്കിയുള്ളവർക്ക് അവൻ ആരാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇവന്റെ പേര് വാറൻ എന്നാണ്. ഇവന്റെ അച്ഛൻ ഒരു സൂപ്പർ വില്ലനായിരുന്നു. വില്ലിന്റെ അച്ഛനാണ് അയാളെ പിടിച്ച് ജയിലിലിട്ടത്. അതുകൊണ്ട് തന്നെ വില്ലിന്റെ അച്ഛനോടുള്ള ദേഷ്യമാണ് അവനിപ്പോ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലഞ്ച് കഴിഞ്ഞിട്ട് വീണ്ടും അവരുടെ ക്ലാസ് ആരംഭിച്ചു. ഇനി വില്ലിന്റെ ഊഴമാണ്. പക്ഷെ അവന് ശക്തികളൊന്നുമില്ലല്ലോ. മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് അവൻ ബൂമറിന്റെ അടുത്ത് നിന്നിട്ട് അവന് ശക്തികളില്ല എന്നുള്ള കാര്യം പറയാണ്. പക്ഷെ ബൂമർ അത് വിശ്വസിക്കുന്നില്ല. വില്ല് കമാൻഡറിന്റെ മകനാണ് എന്ന കാര്യം ബൂമറിന് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ കള്ളം പറയണമെന്ന് കരുതിയിട്ട് അയാൾ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാർ എടുത്തിട്ട് അവന്റെ തലേക്കിടാണ്. ഭാഗ്യത്തിന് വില്ല് ചത്തിട്ടില്ല എന്നേ ഉള്ളൂ. എങ്കിലും അയാൾ നിർത്തുന്നില്ല. അവന്റെ അമ്മയുടെ പറക്കാനുള്ള കഴിവെങ്കിലും കിട്ടിക്കാണുമെന്ന് വിചാരിച്ചിട്ട് അയാൾ അവനെ പറപ്പിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ വില്ല് അവിടെ നിന്ന് തെറിച്ചുപോയി എന്നല്ലാതെ മറ്റൊരു അത്ഭുതവും നടന്നില്ല. അങ്ങനെ അവന് കഴിവുകളില്ലാത്തതുകൊണ്ട് ബൂമർ അവനൊരു സൈഡ് കിക്ക് ആക്കുകയാണ്. ബൂമർ അവനെ ഇടിച്ചു തെറിപ്പിച്ചതുകൊണ്ട് അവന് ചെറിയ ഇഞ്ചുറി ഒക്കെ പറ്റിയിട്ടുണ്ട്. അവനിപ്പോൾ ആ സ്കൂളിൽ തന്നെയുള്ള ഒരു ഡോക്ടറുടെ അടുത്താണ്. അവരവരുടെ എക്സ്റേ വിഷം വെച്ച് നോക്കുമ്പോൾ അവന്റെ എല്ലുകൾക്കൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഈ സമയം അവൻ ആ ഡോക്ടറുടെ അടുത്തൊരു കാര്യം ചോദിക്കുന്നുണ്ട്. എന്റെ അച്ഛനും അമ്മയും സൂപ്പർ ഹീറോസ് ആണ്, എന്നിട്ട് എനിക്ക് എന്താ പവർ ഇല്ലാത്തത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇപ്പോൾ നീ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ചിലപ്പോൾ നിന്റെ ശരീരത്തിൽ പവറുകൾ ഉണ്ടായിരിക്കും, അത് പുറത്തു വരാൻ സമയമെടുക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ എന്തെങ്കിലും അപകടം പറ്റുമ്പോഴാണ് അവരുടെ ശക്തി പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെയായിരിക്കും നിന്റെ കാര്യവും എന്നാണ് ഡോക്ടർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ സൂപ്പർ ഹീറോ പാരന്റ്സിന്റെ മകനായിട്ടും ശക്തികളൊന്നും ഇല്ലാത്ത മറ്റാരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് അവൻ വീണ്ടും ചോദിക്കുന്നത്. ഉണ്ട് വിൽ, അങ്ങനെ ഒരാൾ നമ്മുടെ സ്കൂളിൽ തന്നെയുണ്ട്. അത് ബസ് ഡ്രൈവറായ റോൺ ആണ് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ സമയം വൈകുന്നേരമായി. സ്റ്റീവ് ഇപ്പോൾ അയാൾ കീഴടക്കിയ ആ റോബോട്ടിന്റെ കണ്ണുകളൊക്കെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് വില്ല് അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് എന്നാണ് അവൻ പറയുന്നത്. പക്ഷെ അത് പറയുന്നതിന് മുമ്പായി അവന്റെ അച്ഛൻ മറ്റൊരു കാര്യം പറയാൻ തുടങ്ങി. അവൻ ആ സ്കൂളിൽ ചേർന്നത് കൊണ്ട് അവനൊരു സൂപ്പർ ഹീറോ ആയി എന്നാണ് അയാളുടെ വിചാരം. അതുകൊണ്ട് തന്നെ ആ വീട്ടിലൊരു സീക്രട്ട് റൂം കാണിക്കാനാണ് അയാൾ അവനെയും കൊണ്ടുപോകുന്നത്. ആ റൂമിനകത്താണ് അയാളുടെ സൂപ്പർ ഹീറോ സ്റ്റഫ് ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ റോബോട്ടിന്റെ കണ്ണും അയാൾ കയ്യിലെടുത്തിട്ടുണ്ട്. ആ റൂമിന് ഒരു ഫിംഗർ ലോക്ക് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ വില്ലിന്റെ ബയോമെട്രിക്സ് ഒക്കെ അയാൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ റൂം തുറന്ന് അവർ അതിനകത്തേക്ക് എത്തി. ഇങ്ങനെ ഒരു റൂം അവന്റെ വീട്ടിലുണ്ടായിരുന്നു എന്ന കാര്യം അവന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സ്റ്റീവ് കീഴടക്കിയ സൂപ്പർ വില്ലൻസിന്റെ ആയുധങ്ങളെല്ലാം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അയാൾ ഓരോന്നോരോന്നായിട്ട് അവന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റീവ് ആദ്യമായിട്ട് കീഴടക്കിയ വില്ലന്റെ ഒരു ആയുധം കൂടെ ഉണ്ട്. ആ വില്ലന്റെ പേര് റോയൽ പെയിൻ എന്നായിരുന്നു. അയാളുടെ ആ ആയുധത്തിന്റെ പേര് പസിഫയർ എന്നാണ്. അതിപ്പോൾ തകർന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അയാൾ ഒരു കാര്യം അവനോട് പറയാൻ തുടങ്ങി. ഒരു കാരണവശാലും ഈ വീട്ടിൽ ഇങ്ങനെ ഒരു റൂം ഉണ്ട് എന്ന കാര്യം മറ്റാരും അറിയരുത് എന്നാണ് അയാൾ പറയുന്നത്. വില്ലാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അവൻ തനിക്ക് സൂപ്പർ പവർ ഇല്ല എന്ന കാര്യം അച്ഛനോട് പറയാൻ വരികയായിരുന്നു. എന്നാൽ അച്ഛന്റെ മൂഡ് സ്പോയിൽ ചെയ്യേണ്ടെന്ന് കരുതിയിട്ട് അവനിപ്പോൾ അത് പറയുന്നില്ല. ഈ സമയം അവരറിയാതെ മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. സ്റ്റീവ് അങ്ങോട്ട് കൊണ്ടുവന്ന ആ റോബോട്ടിന്റെ കണ്ണുണ്ടായിരുന്നില്ലേ, അതൊരു കെണിയായിരുന്നു. അതിലെ ക്യാമറ വഴി രണ്ടുപേര് സ്റ്റീവിന്റെ സീക്രട്ട് ഒക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയം രാത്രിയായി. വില്ലിപ്പോ അവന്റെ വീടിന്റെ മുകളിലിരിക്കുകയാണ്. ഈ സമയത്താണ് ലൈല അങ്ങോട്ട് വരുന്നത്. എന്തായി നിന്റെ കാര്യം? അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ എന്നാണ് അവള് ചോദിക്കുന്നത്. ഇല്ല ലൈല, എനിക്കതിന് തോന്നിയില്ല. നിനക്കറിയോ, ഞാനൊരു സൂപ്പർ ഹീറോ ആണെന്ന് കരുതിയിട്ട് എന്റെ അച്ഛന്റെ ഏറ്റവും സീക്രട്ടായ റൂം അദ്ദേഹം തന്നെ കാണിച്ചു. മാത്രമല്ല എന്റെ അച്ഛനും അമ്മയും ഈ പ്ലാനറ്റിലെ ഏറ്റവും പവർഫുൾ ആയ രണ്ട് സൂപ്പർ ഹീറോസ് ആണ്. അതുകൊണ്ട് തന്നെ അവർ എന്നിൽ നിന്നും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തൽക്കാലം ഞാനിപ്പോ പറയുന്നില്ല എന്നാണ് അവൻ പറയുന്നത്. ഓക്കെ, നിന്റെ ഇഷ്ടം, നമുക്ക് സൈഡ് കിക്ക് ആയിട്ട് തന്നെ തുടരാം. ഈ
ലോകം അങ്ങോട്ട് അവസാനിക്കാനൊന്നും പോകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ലൈല അവളുടെ പവർ ഉപയോഗിച്ച് അവനൊരു ആപ്പിൾ പറിച്ചു കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ നിനക്ക് ഹീറോ ആവാനുള്ള പവർ ഉണ്ടല്ലോ, പിന്നെന്തിനാണ് സൈഡ് കിക്ക് ആയിട്ടിരിക്കുന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത്. നീ ഒന്ന് പോയവേൽ അവിടുത്തെ ഒരു നിയമം, നമ്മളെല്ലാ കുട്ടികളും മനുഷ്യരാണ്, അവരങ്ങനെ ഗ്രൂപ്പായിട്ട് തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഗ്രൂപ്പിൽ ഞാൻ നിൽക്കും എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി സൈഡ് കിക്ക് എല്ലാവരും അവരുടെ ക്ലാസ്സിലാണ്. ഈ സമയത്താണ് അവരുടെ ഒരു ടീച്ചർ അങ്ങോട്ട് വരുന്നത്. ഇയാളുടെ പേര് മിസ്റ്റർ ബോയ് എന്നാണ്. അയാൾ ക്ലാസ് എടുക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് അവിടെ കറണ്ട് പോകുന്നത്. ഈ അവസരത്തിലാണ് സാക്ക് ഗ്ലോ ചെയ്യുന്നത് എല്ലാവരും ആദ്യമായിട്ട് കാണുന്നത്. കറണ്ട് പോകാനുള്ള കാരണം മറ്റൊരു ടീച്ചറാണ്. ഇയാളുടെ പേര് മെഡുല എന്നാണ്. ഇയാൾ ഒരു സയന്റിസ്റ്റ് ആണ്. ഇയാളാണ് അവിടുത്തെ കുട്ടികൾക്ക് വേണ്ട സൂപ്പർ ഹീറോ ഡിവൈസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. പുതിയ കുട്ടികളെ പരിചയപ്പെടാനാണ് അയാൾ ഇപ്പം അങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഉടനെ തന്നെ എല്ലാ കുട്ടികളുടെയും ട്രെയിനിങ് ഒക്കെ ആരംഭിച്ചു. മിസ്റ്റർ ബോയ് അവരുടെ കൂടെ തന്നെ നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. അന്ന് രാത്രിയായപ്പോ സൈഡ് കിക്സ് എല്ലാവരും ഒരു ഗ്രൂപ്പ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് വില്ലിന്റെ വീട്ടിലാണ് കൂടിയിരിക്കുന്നത്. ഈ സമയത്താണ് സ്റ്റീവ് അങ്ങോട്ട് വരുന്നത്. ഈ അവസരത്തിലാണ് സ്റ്റീവ് വില്ലിന്റെ ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടുന്നത്. അവരോട് സംസാരിച്ചു കഴിയുമ്പോൾ എല്ലാവരും സൈഡ് കിക്സ് ആണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. എന്തായാലും നിങ്ങൾ സംസാരിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് അയാൾ അകത്തേക്ക് പോവാണ്. ഈ സമയം വില്ലു അയാളുടെ പുറകെ പോകുന്നുണ്ട്. ഇന്ന് അവൻ അവന്റെ അച്ഛനോട് ആ സത്യം തുറന്നു പറയാൻ പോവാണ്. അവനെ കാണുമ്പോൾ സ്റ്റീവ് ഒരു കാര്യം ചോദിക്കാൻ തുടങ്ങി. എന്തായാലും നീ നല്ലവനാ മോനെ, നീ ഒരു ഹീറോ ആയിട്ടും സൈഡ് കിക്സിനെയാണല്ലോ നീ കൂടെ കൊണ്ടു നടക്കുന്നത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അല്ല ഡാഡ്, ഞാൻ ഹീറോ അല്ല, ഞാനും ഒരു സൈഡ് കിക്ക് ആണ്, അവൻ മറുപടി പറയുന്നു. അത് കേൾക്കുമ്പോൾ സ്റ്റീവിന് ദേഷ്യമാണ് വരുന്നത്. ആ ബൂമർ മനഃപൂർവ്വം തന്റെ മകനെ സൈഡ് കിക്ക് ആക്കിയതാണ് എന്നാണ് അയാൾ വിചാരിച്ചിരിക്കുന്നത്. അയാൾ ഉടനെ തന്നെ ബൂമറിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കാണ്. അത് കാണുമ്പോൾ വേണ്ട അച്ഛ, ബൂമർ അല്ല ഇതിന് കാരണം, നിങ്ങൾ കരുതുന്ന പോലെ എനിക്ക് പവറുകളൊന്നുമില്ല, അവൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ അയാൾക്ക് ശരിക്കും വിഷമം വരാൻ തുടങ്ങി. എങ്കിലും അയാൾ അത് പുറത്ത് കാണിക്കുന്നില്ല. അയാൾ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവനെ മോട്ടിവേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അയാൾക്ക് ശരിക്കും വിഷമമുണ്ട്. അവൻ ആ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് ജൂനിയർ കമാൻഡർ എന്ന് പറഞ്ഞിട്ട് അവനെ ലോകത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വെച്ചിരിക്കുകയായിരുന്നു അയാൾ. പക്ഷെ അയാളുടെ ആ പ്രതീക്ഷയൊക്കെ തെറ്റി. ആ വിഷമമൊക്കെ അയാളുടെ ഭാര്യയുടെ അടുത്താണ് അയാൾ പറയുന്നത്. അവളാണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞ് അയാളെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി എല്ലാവരും രാവിലെ തന്നെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഈ സമയം ആ സ്പീഡും ലാഷും കൂടെ റോണിനെ ഉപദ്രവിക്കാൻ ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അത് കാണുന്ന വില്ലാണ് അവരെ പിടിച്ചു മാറ്റുന്നത്. ഈ സമയം നിനക്കുള്ള പണി ഉടനെ തന്നെ ഞങ്ങൾ തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൽ വെച്ചിട്ടാണ് ആ ലാഷ് വില്ലിന് പണി കൊടുക്കുന്നത്. അവൻ ഫുഡ് എടുത്തുകൊണ്ട് നടന്നു വരുമ്പോൾ അവന്റെ കാലിൽ തട്ടി വീഴ്ത്തിയിടാണ്. ആ ഫുഡൊക്കെ നേരെ ചെന്ന് വീഴുന്നത് വാറിന്റെ ദേഹത്തും. അവനാണെങ്കിൽ വില്ലിനിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. ഈ ഒരു അവസരം അവൻ അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ്. ഈ വാറിന്റെ സൂപ്പർ പവർ എന്ന് പറയുന്നത് തീയാണ്. അവൻ ഉടനെ തന്നെ വില്ലിന്റെ ദേഹത്തേക്ക് ഫയർ ചെയ്യാൻ തുടങ്ങി. അവനാണെങ്കിൽ പേടിച്ചൊരു ടേബിളിന്റെ അടിയിലേക്കാണ് പോകുന്നത്. അത് കാണുന്ന വാറൻ വേഗം തന്നെ ആ ടേബിളിന്റെ മുകളിലേക്ക് ചാടി കയറുന്നു. ഈ സമയത്താണ് വില്ലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവന്റെ ഫ്രണ്ട്സ് അങ്ങോട്ട് വരുന്നത്. അത് കാണുമ്പോൾ വാറൻ അവർക്ക് നേരെ ഫയർ ചെയ്യാൻ തുടങ്ങി. അത് വില്ലിന് സഹിക്കുന്നില്ല. അവൻ സകല ശക്തിയും എടുത്തിട്ട് ആ ടേബിൾ പൊക്കിയെടുക്കുകയാണ്. ഈ അവസരത്തിലാണ് അവന് സൂപ്പർ സ്ട്രെങ്ത് ഉണ്ട് എന്ന് അവൻ തിരിച്ചറിയുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ആ ടേബിൾ അടക്കം പുറത്തേക്ക് വലിച്ചെറിയുന്നു. എന്നാൽ വാറനാണെങ്കിൽ അവന് വിടുന്നില്ല. അവൻ വീണ്ടും വില്ലിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അവൻ അടുത്തേക്ക് ഓടി വരുന്നത് കാണുമ്പോൾ വില്ലാണെങ്കിൽ ഒറ്റയിടിക്ക് തന്നെ വാറിനെ തെറിപ്പിച്ചു കളയാണ്. ആ റൂമിന്റെ ചുമരും തകർത്താണ് അവൻ തെറിച്ചു പോകുന്നത്. ഇത്രയൊക്കെ കിട്ടിയിട്ടും വാറിന് മതിയാവുന്നില്ല. അവൻ വീണ്ടും തീ കത്തിച്ചുകൊണ്ട് വില്ലിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അത് കാണുന്ന ലൈലയാണെങ്കിൽ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്തിട്ട് വില്ലിനെ എറിഞ്ഞു കൊടുക്കുകയാണ്. അത് കൈ കിട്ടിയ ഉടനെ തന്നെ വില്ല് അത് പൊട്ടിച്ചെടുത്തിട്ട് ആ ഗ്യാസ് മൊത്തം വാറിന്റെ ദേഹത്തേക്ക് അടിക്കുന്നു. അതോടൊപ്പം തന്നെ അവന്റെ തീ കെട്ടുപോവുകയും ചെയ്യുന്നു. ഈ സമയത്താണ് അവരുടെ പ്രിൻസിപ്പാൾ അങ്ങോട്ട് വരുന്നത്. സ്കൂളിൽ വെച്ച് പരസ്പരം ഫൈറ്റ് ചെയ്യാൻ പാടില്ല എന്ന് നിയമമുള്ളതാണ്. അവർ ഉടനെ തന്നെ വാറിനെയും വില്ലിനെയും കൂട്ടി നേരെ ഒരു റൂമിന്റെ അകത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ആ റൂമിന് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ആരുടെയും ശക്തികൾ വർക്കാവത്തില്ല. നിങ്ങളെ പഠിപ്പിക്കാനാണ് നിങ്ങളുടെ പാരന്റ്സ് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. എന്നിട്ട് അവരുടെ വില കളയാൻ വേണ്ടി നിങ്ങളാണെങ്കിൽ ഇവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അനുവദിച്ചു തരാൻ എനിക്ക് പറ്റത്തില്ല. തൽക്കാലം നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ ആ റൂമിന്റെ വാതിലടച്ച് അവിടുന്ന് പുറത്തേക്ക് പോവാണ്. വാറൻ അവനെ ഉപദ്രവിച്ചെങ്കിലും വില്ലിന് അവനോട് ദേഷ്യമൊന്നുമില്ല. നമുക്ക് പിണക്കമൊക്കെ മറന്നിട്ട് കൂട്ടുകാരാവാം എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ വാറൻ അതിന് തയ്യാറാവുന്നില്ല. ഇനി എങ്ങാനും നീ എന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നിന്നെ ജീവനോടെ കത്തിച്ചു കളയും എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ വൈകുന്നേരമായപ്പോൾ വില്ല് വീട്ടിലെത്തി. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. വളരെ സന്തോഷത്തോടെ അവന് ശക്തി കിട്ടിയ കാര്യങ്ങളൊക്കെ അവൻ അച്ഛനോടും അമ്മയോടും പറയാൻ തുടങ്ങി. എന്നാൽ അവന് സ്കൂളിൽ വെച്ച് അടിയുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പൾ അവന്റെ അമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വില്ലനോട് ശരിക്കും ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത് കാണുമ്പോൾ മതി വഴക്ക് പറഞ്ഞത്, ഇവനുള്ള ശിക്ഷ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് സ്റ്റീവ് അവനെ ആ സീക്രട്ട് റൂമിലേക്കാണ് വിളിച്ചോണ്ട് പോകുന്നത്. പക്ഷെ അയാൾ അവനെ വഴക്ക് പറയാനല്ല അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അയാളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. അയാൾ ആഗ്രഹിച്ച പോലെ
തന്റെ മകന് സൂപ്പർ സ്ട്രെങ്ത് കിട്ടി. അതുകൊണ്ട് തന്നെ അയാൾ സന്തോഷത്തോടെ തുള്ളി ചാടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അയാൾ അവനൊരു എക്സ്ബോക്സ് സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം തന്നെ അവരുടെ ആ സന്തോഷ നിമിഷങ്ങളെല്ലാം ആ ക്യാമറയിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേർ. ആരാണവർ? അത് സസ്പെൻസ് ആണ്. അങ്ങനെ പിറ്റേ ദിവസം വില്ലി സ്കൂളിലെത്തി. ക്ലാസ്സിലേക്ക് കയറി കഴിയുമ്പോഴാണ് അവനൊരു കാര്യം അറിയുന്നത്. അവനെ ഇപ്പോൾ ഹീറോ ഗ്രൂപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നീ അങ്ങോട്ട് പോയിക്കോ എന്നാണ് മിസ്റ്റർ ബോയ് പറയുന്നത്. സന്തോഷിക്കേണ്ട കാര്യമാണെങ്കിലും അവന്റെ ഫ്രണ്ട്സിനെ വിട്ടുപിരിയേണ്ടി വരുമല്ലോ എന്ന് അറിയുമ്പോൾ അവന് ശരിക്കും വിഷമമുണ്ട്. അങ്ങനെ അവൻ ഹീറോസിന്റെ ക്ലാസ്സിലേക്ക് എത്തി. മെഡുല അവിടെ ഇപ്പോ പ്രാക്ടിക്കൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ അവനെ ഗ്വന്നിന്റെ അടുത്തേക്കാണ് കൊണ്ടിരുത്തുന്നത്. അത് കാണുമ്പോൾ അവൾക്കും ശരിക്കും സന്തോഷമായി. കാരണം ഈ വില്ലിനുള്ളതുപോലെ തന്നെ ഗ്വന്നിനും അവനോടൊരു ക്രഷ് ഉണ്ട്. ഈ സമയം മെഡുല അവന്റെ ടേബിളിൽ ഡിസ്മാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു ഡിവൈസ് വെച്ചിട്ടുണ്ട്. അത് ശരിയാക്കാനാണ് അയാൾ അവന്റെ അടുത്ത് പറയുന്നത്. എന്നാൽ അവനത് അറിയത്തില്ല. അത് മനസ്സിലാവുമ്പോൾ ഗ്വൻ അവനെ സഹായിക്കാൻ തുടങ്ങി. അവളൊരു ടെക്നോപാത്താണ്. അവളൊന്ന് കൈ ഉയർത്തി കഴിഞ്ഞപ്പോൾ തന്നെ ആ പാർട്സ് എല്ലാം ജോയിന്റ് ആയി. അവനാണെങ്കിൽ ശരിക്കും അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ലഞ്ച് ടൈം ആയി. ഇന്നത്തെ ദിവസം അവൻ ഗ്വന്നിന്റെ കൂടെയാണ് ഇരിക്കുന്നത്. അവനെ കാണുമ്പോൾ അവിടെ ഇരിക്കാൻ വേണ്ടി വില്ലിന്റെ ഫ്രണ്ട്സും അങ്ങോട്ട് വരുന്നുണ്ട്. എന്നാൽ ഈ ഹീറോസ് ഒന്നും സൈഡ് കിക്സിനെ അവരുടെ അടുത്ത് ഇരുത്താറില്ല. അതുകൊണ്ട് തന്നെ ആ പെന്നി അവളുടെ കോപ്പീസ് ഉണ്ടാക്കി ബാക്കിയുള്ള സീറ്റൊക്കെ ഫില്ല് ചെയ്യാണ്. അത് കണ്ട് ശരിക്കും സങ്കടത്തോടെയാണ് ലൈലയും കൂട്ടരും അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇനി അവർക്കൊരു പ്രാക്ടിക്കൽ സെക്ഷൻ ആണ്. എന്നാൽ ഇത് സാധാരണ പോലെയല്ല, റിയൽ ഫൈറ്റ് ആണ്. സേവ് ദ സിറ്റിസൺ എന്നാണ് ഈ ഗെയിമിന്റെ പേര്. ഒരു ഹാളിന് നടുവിലായിട്ട് ഒരു ക്രഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്. അതിന്റെ കുറച്ച് മുകളിലായിട്ട് ഒരു ഡമ്മി തൂക്കിയിടുകയും ചെയ്തിട്ടുണ്ട്. ആ ഗെയിം തുടങ്ങിക്കഴിഞ്ഞാൽ ആരാണോ ഹീറോസ് ആയിട്ട് കളിക്കുന്നത് അവർ 3 മിനിറ്റിനുള്ളിൽ ആ ഡമ്മി അവിടെ നിന്ന് മാറ്റണം. അല്ലെങ്കിൽ അത് ആ ക്രഷിംഗ് മെഷീനിലേക്ക് വീഴും. ഇതാണ് ഗെയിം. ആ ഗെയിമിൽ വില്ലന്മാരായിട്ട് എത്തുന്നത് സ്പീഡും ലാഷുമാണ്. അവരാണ് ഹീറോസിനെ തീരുമാനിക്കേണ്ടത്. അവർ പറയുന്നത് ഹീറോസ് ആയിട്ട് വാറനും വില്ലും മതിയെന്നാണ്. അങ്ങനെ ആ ഗെയിമിൽ പങ്കെടുക്കാൻ വേണ്ടി വാറനും വില്ലും എത്തി. സമയം ആരംഭിച്ചു. പെട്ടെന്ന് തന്നെ സ്പീഡ് അവരെ 2 പേരെ ഇടിച്ച് തെറിപ്പിച്ചു കളയാണ്. അങ്ങനെ അവർ വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ ലാഷ് ആണെങ്കിൽ വാറനെ ചുറ്റി വരയാൻ തുടങ്ങി. എന്നാൽ വാറൻ തീ കത്തിക്കുമ്പോൾ അവൻ അവന്റെ കൈ പിൻവലിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ വില്ല് എന്ത് കാണിക്കാൻ ശ്രമിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല. സ്പീഡ് അവനെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം വില്ല് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ലാഷിനെ പിടിച്ചിട്ട് അവന്റെ കൈ നീട്ടി അവനൊരു തൂണിൽ കെട്ടിയിടുന്നു. ഇപ്പോഴവൻ അനങ്ങാൻ സാധിക്കുന്നില്ല. അതിനിടയിൽ സ്പീഡ് ആണെങ്കിൽ സൂപ്പർ സ്പീഡിൽ വാറിന് ചുറ്റും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ ഓക്സിജൻ ഇല്ല. അതുകൊണ്ട് തന്നെ വാറിന് തീ കത്തിക്കാനും പറ്റുന്നില്ല. പെട്ടെന്നാണ് വില്ല് അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് സ്പീഡിനെ പിടിക്കുന്നത്. അതിനുശേഷം ലാഷിന്റെ ദേഹത്തേക്കാണ് അവനെ വലിച്ചെറിയുന്നത്. അങ്ങനെ സമയം തീരുന്നതിന് മുമ്പ് തന്നെ വില്ല് വാറിനെ പിടിച്ചിട്ട് ആ ഡമ്മിയുടെ ദേഹത്തേക്ക് എറിയാണ്. അങ്ങനെ സേവ് ദ സിറ്റിസൺ എന്ന ഗെയിമിൽ അവർ വിജയിച്ചു. എല്ലാ ഹീറോസും ഇപ്പോൾ വില്ലിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ലൈല അവിടെ നിന്ന് കൈ കാണിക്കുന്നുണ്ട്. ഇന്ന് രാത്രി അവൾ അവനൊരു ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നുകൂടെ ഓർമ്മിപ്പിക്കാനാണ് അവൾ കൈ പൊക്കി കാണിക്കുന്നത്. എന്നാൽ വില്ലാണെങ്കിൽ അത് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വില്ല് വീട്ടിലെത്തി കഴിയുമ്പോൾ ഗ്വൻ അവിടെ നിൽക്കുന്നുണ്ട്. അവൾ വില്ലിന്റെ പാരന്റ്സിനെ പരിചയപ്പെടാൻ വന്നാണ്. ഗ്വന്നിന്റെ സംസാരത്തിൽ അവർക്ക് അവളെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഡിന്നറിന് നീ ഇവിടെ ഉണ്ടാവണം എന്നാണ് അവർ പറയുന്നത്. അവളാണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സമയം രാത്രിയായി. ലൈല ഇപ്പോൾ അവൾ പറഞ്ഞ പോലെ തന്നെ ആ റെസ്റ്റോറന്റിൽ ഇരിക്കുകയാണ്. കുറച്ച് സമയമായിട്ട് അവൾ വില്ലിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതുവരെയായിട്ട് അവൻ എത്തിയിട്ടില്ല. ഈ സമയത്താണ് വാറൻ അങ്ങോട്ട് വരുന്നത്. അവൻ ഈ റെസ്റ്റോറന്റിലാണ് ജോലി ചെയ്യുന്നത്. എന്താണ് കഴിക്കാൻ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പറയാനായിട്ടില്ല, ഞാൻ വില്ലിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവൻ വന്നിട്ട് ഞാൻ ഓർഡർ ചെയ്യാം എന്നാണ് അവൾ മറുപടി പറയുന്നത്. ഈ സമയം തന്നെ വില്ലാണെങ്കിൽ അവന്റെ വീട്ടിലിരുന്ന് ഡിന്നർ കഴിക്കുകയാണ്. ഗ്വന്നും അവിടെ ഇരിക്കുന്നുണ്ട്. വില്ലിന്റെ പാരന്റ്സ് ആണെങ്കിൽ അവളുടെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ അവളുടെ അച്ഛന്റെ കൂടെയാണ് ഇപ്പൊ ജീവിക്കുന്നത്. അമ്മ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു എന്നൊക്കെയാണ് അവൾ പറയുന്നത്. ഇതൊന്നും കൂടാതെ അവൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് അവരുടെ സ്കൂളിൽ ഹോം കമ്മിങ് എന്ന പേരിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഹീറോസ് ഓഫ് ദ ഇയർ എന്നൊരു അവാർഡ് അവർ കൊടുക്കുന്നുണ്ട്. അത് വില്ലിന്റെ അച്ഛനും അമ്മയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഫംഗ്ഷന് നിങ്ങളും വരണം എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അവരാണെങ്കിൽ അതിന് ഓക്കെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് സ്റ്റീവും ജോസിയും കൂടെ ഒരു ആൽബം ഗ്വന്നിന് കാണിച്ചു കൊടുക്കുകയാണ്. അത് സ്റ്റീവും ജോസിയും ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തുണ്ടായിരുന്ന കുട്ടികളുടെ ഫോട്ടോസ് ആണ്. അങ്ങനെ ഓരോരുത്തരുടെ ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വില്ലിന്റെ അച്ഛനും അമ്മയ്ക്കും മറക്കാൻ കഴിയാത്ത 2 ആളുകളെ കുറിച്ച് അവർ പറയുന്നത്. അതിലൊരാൾ സൂ ടെന്നി എന്ന പേരുള്ള ഒരു പെൺകുട്ടിയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം അവളെ കാണാതായി. പിന്നീട് ആരും അവളെ കണ്ടിട്ടില്ല. രണ്ടാമത്തത് വാറന്റെ അച്ഛനാണ്. അയാളുമായിട്ട് സ്റ്റീവിന് ഒരുപാട് തവണ ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇവരുടെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സ്റ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയം തന്നെ ലൈല വില്ലിനെയും വെയിറ്റ് ചെയ്തുകൊണ്ട് ആ റെസ്റ്റോറന്റിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അവളുടെ വിഷമം കാണുമ്പോൾ വാറൻ അവളോട് സംസാരിക്കാൻ തുടങ്ങി. എനിക്കറിയാം നിനക്ക് വില്ലിന് ഇഷ്ടമാണെന്ന്. പല ആളുകളുടെയും കാര്യത്തിൽ യഥാർത്ഥ പ്രണയം തുറന്നു പറയാത്തതുകൊണ്ട് അവർക്കത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിനക്കതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഉടനെ തന്നെ നിന്റെ പ്രണയം വില്ലിനോട് തുറന്നു പറയുന്നതാണ് നിനക്ക് നല്ലത് എന്നൊക്കെയാണ് വാറൻ പറയുന്നത്. അങ്ങനെ വില്ലിന്റെ വീട്ടിലെ ഡിന്നറും മറ്റുമെല്ലാം കഴിഞ്ഞ് വിൽ ഗ്വന്നിനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഗ്വൻ അവളുടെ ഇഷ്ടം അവന്റെ അടുത്ത് പറയാൻ തുടങ്ങി. അവനാണെങ്കിൽ അത് കേട്ട് ആകെ സന്തോഷിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അവർ പരസ്പരം കിസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഗ്വന്നിന്റെ അച്ഛൻ വാതിൽ തുറക്കുന്നത്. അത് കണ്ട ഉടനെ തന്നെ ഗ്വൻ ആണെങ്കിൽ വീട്ടിന്റെ അകത്തേക്ക് ഓടിപ്പോവുകയും ചെയ്യുന്നു. ഈ വില്ലിനെ
അയാൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ വളരെ നിരാശയോടെ വില്ല് തിരിച്ചു നടക്കാൻ തുടങ്ങുമ്പോഴാണ് ഗ്വെൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവനെ കിസ് ചെയ്യുന്നത്. വളരെ സന്തോഷത്തോടെ തുള്ളി ചാടിക്കൊണ്ട് നിൽക്കുകയാണ് അവൻ. ഈ സമയം തന്നെ ആ രണ്ട് വില്ലന്മാരാണെങ്കിൽ ഒരു ചർച്ചയിലാണ്. ആ ഹോം കമ്മിങ് എന്ന ഫംഗ്ഷനെ കുറിച്ച് അവർ അറിഞ്ഞിട്ടുണ്ട്. ആ സ്കൂളിലെ എല്ലാ സൂപ്പർ ഹീറോസിനെയും ഒരുമിച്ച് കിട്ടുന്ന അവസരമാണത്. നമ്മുടെ പ്രതികാരം ഈ അവസരത്തിൽ തന്നെ തീർക്കണം. അതുകൊണ്ട് ഉടനെ തന്നെ സ്റ്റീവിന്റെ വീട്ടിലെ ആ പസിഫയർ എന്ന ഡിവൈസ് അടിച്ചു മാറ്റണം എന്നൊക്കെയാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ലൈലയെ കാണുമ്പോൾ വില്ല അവന്റെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഞാനും ഗന്നും ഇന്നലെ ഒരുമിച്ചായിരുന്നു, ഞങ്ങളിപ്പോൾ ഡേറ്റിംഗിലാണ്, ഇനി വരാൻ പോകുന്ന ഹോം കമ്മിങ് ഡേയുടെ അന്ന് ഞങ്ങൾ ഡാൻസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ലൈലയ്ക്ക് ശരിക്കും വിഷമം വരുന്നുണ്ടെങ്കിലും അവൾ അത് പുറത്ത് കാണിക്കുന്നില്ല. അങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന വഴി ഹോം കമ്മിങ് ഡേക്ക് നിന്റെ പ്ലാൻ എന്താണ് എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഞാൻ വാറനുമായിട്ട് ഒരു ഡേറ്റിംഗിന് പോവാണ് എന്നാണ് അവൾ മറുപടി പറയുന്നത്. വാറനുമായിട്ടോ? അവനൊരു സൈക്കോയാണ്, നിങ്ങൾ തമ്മിൽ എപ്പോഴാണ് അടുത്തത് എന്നാണ് അവൻ തിരിച്ചു ചോദിക്കുന്നത്. ഇന്നലെ രാത്രി നിന്നോട് ഞാൻ റെസ്റ്റോറന്റിലേക്ക് വരാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? നീ വന്നില്ലല്ലോ, ആ സമയത്താണ് ഞാനും വാറനും അടുത്തത് എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ ലഞ്ച് ടൈമിൽ ലൈല വേഗം തന്നെ വാറന്റെ അടുത്തെത്തി. അതിനുശേഷം നമുക്ക് തമ്മിൽ ഡേറ്റ് ചെയ്താലോ എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ വാറൻ അത്ഭുതമാണ് തോന്നുന്നത്. ഇന്നലെ നമ്മൾ ഇങ്ങനെയല്ലല്ലോ സംസാരിച്ചത്, വില്ലിന്റെ കാര്യമില്ല ഞാൻ നിന്നോട് പറഞ്ഞത് എന്നാണ് അവൻ മറുപടി പറയുന്നത്. ഈ സമയം വില്ല് അതിലെ നടന്നു പോകുന്നുണ്ട്. അത് കാണുമ്പോൾ അവൾ വാറിന്റെ അടുത്ത് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും വില്ലിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ തന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നത് എന്ന കാര്യം വാറിന് മനസ്സിലായി. ഈ പണിക്ക് വേറെ ആളെ നോക്കും മോളെന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അങ്ങനെ വില്ല് എപ്പോ ഗന്നിന്റെ ഒപ്പം നടക്കുന്നോ അപ്പോഴൊക്കെ അവനെ കാണിക്കാൻ വേണ്ടി അവൾ വാറനുമായിട്ട് കൂട്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി ഗ്വെൻ ഇപ്പൊ വില്ലിന്റെ അടുത്തിരിക്കുകയാണ്. കുറച്ച് ക്ലോസ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അവന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അതിനിടയിലാണ് പെന്നി അവളെ വിളിച്ചിട്ട് നമ്മുടെ ഡെക്കറേഷൻസിന്റെ സാധനങ്ങളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ആ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം ഗ്വെൻ വില്ലിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ആ ഹോം കമ്മിങ് ഫംഗ്ഷനിലായിരുന്നു, ഞങ്ങൾ അതിനൊരു കമ്മിറ്റി ഒക്കെ രൂപീകരിച്ചിട്ടുണ്ട്, പക്ഷെ അതിന് വേണ്ട ഡെക്കറേഷൻസ് ഒന്നും അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയാണെങ്കിൽ സമയമില്ല, നമുക്കത് ഇവിടെ വെച്ച് ചെയ്താലോ? ഞാൻ കമ്മിറ്റിയിലെ ആളുകളൊക്കെ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് നടക്കത്തില്ല ഗ്വെൻ, എന്റെ അച്ഛനും അമ്മയും എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, ഇവിടെ കൂടുതൽ ആളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിനെയും അവർ ഓടിക്കും എന്നാണ് അവൻ മറുപടി പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവൾക്ക് വിഷമമായി. കുറച്ച് സമയം നിന്റെ കൂടെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ തന്നെ വെച്ചിട്ട് ആ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ച്. ഇപ്പൊ നിനക്ക് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ മറ്റേതെങ്കിലും സ്ഥലം നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൾ പോകാൻ തുടങ്ങി. അവൾ അങ്ങനെ പറയുമ്പോൾ എന്നാ പിന്നെ നമുക്ക് ഇവിടെ വെച്ചിട്ടാക്കാം എന്നാണ് അവൻ മറുപടി പറയുന്നത്. അങ്ങനെ ഉടനെ തന്നെ അവൾ ആ കമ്മിറ്റിയിലെ മുഴുവൻ ആളുകളെയും അവന്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡെക്കറേഷൻസ് അല്ല ഇപ്പൊ നടക്കുന്നത്, അവിടെ ഇപ്പൊ ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുട്ടികൾ അവിടെ വന്നിട്ടുണ്ട്. അതെല്ലാം കാണുമ്പോൾ നീ കമ്മിറ്റിയിലെ ആളുകളെ മാത്രമല്ലേ വിളിക്കുന്നു പറഞ്ഞത്, ഇതിപ്പോ ഒരുപാട് പേരുണ്ടല്ലോ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. ഇവരെല്ലാവരും കമ്മിറ്റിയിലുള്ളവരാണ്, നീ ടെൻഷൻ അടിക്കണ്ട, പെട്ടെന്ന് തീർക്കാം എന്നൊക്കെയാണ് അവൾ മറുപടി പറയുന്നത്. അങ്ങനെ ഗൻ അവനെയും കൊണ്ട് അവന്റെ റൂമിലേക്കാണ് ചെല്ലുന്നത്. അവർ അവിടെ ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അതിനിടയിലാണ് മറ്റൊരുത്തൻ ആ വാതിലും തുറന്ന് അങ്ങോട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രൈവസി എല്ലാവരും കൂടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സീക്രട്ട് ആയിട്ടുള്ള വല്ല സ്ഥലവും ഉണ്ടോ എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ വില്ല അവളെ അവന്റെ വീട്ടിൽ ആ സീക്രട്ട് റൂമിന്റെ അകത്തേക്കാണ് വിളിച്ചോണ്ട് പോകുന്നത്. അങ്ങനെ അവിടെ വെച്ച് അവൾ അവനെ കിസ് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്നാണ് ഒരു സ്പീഡ്സ്റ്റർ അങ്ങോട്ട് വന്നിട്ട് ആ സ്പെസിഫയർ അടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നത്. പക്ഷെ ആ കാര്യം അവൻ അറിഞ്ഞിട്ടില്ല. ഇതേ സമയം തന്നെ വില്ലിനെ അന്വേഷിച്ചിട്ട് ലൈല അവന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ആ പാർട്ടിയൊക്കെ നടക്കുന്ന കാണുമ്പോൾ അവൾക്ക് ശരിക്കും അത്ഭുതമായി. ഈ സമയത്താണ് ഗ്വെൻ പുറത്തേക്ക് വരുന്നത്. നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ സൈഡ് കിക്സിന് ആരെയും ഞങ്ങൾ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്നാണ് അവൾ പറയുന്നത്. ഞാൻ വില്ലിനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അവൻ എവിടെ? ലൈല ചോദിക്കുന്നു. അവനിപ്പൊ നിനക്ക് കാണാൻ പറ്റത്തില്ല, നിനക്ക് അവനോട് ഇഷ്ടമുള്ള കാര്യം അവൻ അറിഞ്ഞിട്ടുണ്ട്, അവനിപ്പം നിന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇവിടെ നിന്ന് പോവാൻ നോക്ക് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അവൻ തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ അറിയുമ്പോൾ അവൾക്ക് ശരിക്കും വിഷമം വരാൻ തുടങ്ങി. ഈ സമയം വില്ല് അങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ സംസാരിച്ചൊന്നും അവൻ കേട്ടിട്ടില്ല. അവൾ വിഷമിച്ച് നിൽക്കുന്ന കാണുമ്പോൾ നിനക്കിത് എന്ത് പറ്റി ലൈല എന്നാണ് അവൻ ചോദിക്കുന്നത്. പക്ഷെ അതിന് മറുപടി പറയാതെ ലൈല അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഈ സമയം വില്ലാണെങ്കിൽ ഗ്വെന്നിന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. എന്താണ് സംഭവിച്ചത്? നീ എന്താണ് അവളുടെ അടുത്ത് പറഞ്ഞത്? അത് മറ്റൊന്നുമല്ല, അവര് സൈഡ് കിക്സ് അല്ലേ, നിങ്ങളെ ഈ പാർട്ടിക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെയാണ് അവള് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നീ ഇത് എന്തറിഞ്ഞിട്ടാണ് ഗ്വെൻ? അവൾ എന്റെ കുട്ടിക്കാലം മുതൽക്കേയുള്ള ഫ്രണ്ടാണ്, അവളെയാണ് നീ ഇറക്കി വിട്ടിരിക്കുന്നത്. നിനക്കിപ്പോ ഞങ്ങളില്ലേ ഫ്രണ്ട്സ് ആയിട്ട്? ഞങ്ങൾ പോരാ ഗൻ, അവൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ഒരു ഫ്രണ്ടാണ്, അവളെയാണ് നീ വേദനിപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം ഇന്നത്തോടെ തീർന്നു. ഇനി മേലാൽ എന്റെ അടുത്തേക്ക് വരാൻ നിൽക്കരുത്. ഇനി നമ്മൾ തമ്മിലുള്ള ഡേറ്റിംഗും ഇല്ല, ഒരു കുന്തവും ഇല്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഈ സമയം ആകുമ്പോഴേക്കും അവന്റെ പാരന്റ്സ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവിടെ അത്രയും കുട്ടികൾ കൂടി നിൽക്കുന്ന കാണുമ്പോൾ അവർക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. വില്ലിന്റെ അച്ഛനാണെങ്കിൽ എല്ലാത്തിനെയും അവിടെ നിന്ന് ഓടിക്കുകയാണ്. അങ്ങനെ എല്ലാവരും പോയി കഴിയുമ്പോൾ വില്ല അവന്റെ പാരന്റ്സിന്റെ അടുത്തൊരു കാര്യം പറയാൻ തുടങ്ങി. നിങ്ങൾ ആ ഹോം കമ്മിങ് ഫംഗ്ഷന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് എന്ന കാര്യം എനിക്കറിയാം, പക്ഷെ ആ ഫംഗ്ഷന് ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ റൂമിലേക്ക് കയറി പോവാണ്. അതെല്ലാം കണ്ട് അവരാണെങ്കിൽ ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ്. അങ്ങനെ ആ ഹോം കമ്മിങ് ഫംഗ്ഷനൊക്കെ ആരംഭിച്ചു. എല്ലാ കുട്ടികളും അവിടെ കൂടിയിട്ടുണ്ട്. ഇതേ സമയം തന്നെ വില്ലാണെങ്കിൽ അവന്റെ ആ സീക്രട്ട് റൂമിലിരിക്കുകയാണ്. ഈ സമയം അവന്റെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. നീ വരുന്നില്ല എന്ന് തീരുമാനിച്ചോ എന്നും ചോദിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. ഇല്ല മോം, ഞാൻ എന്തായാലും വരുന്നില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം, നിങ്ങൾ പോയിട്ട് വാ എന്നാണ് അവൻ മറുപടി പറയുന്നത്.
അതേക്കുമ്പോ എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഇത് നിന്റെ അച്ഛന്റെ ആ ആൽബം ആണ്, പുള്ളി ഇതും എടുത്തോണ്ടാണ് അങ്ങോട്ട് പോവാൻ നിൽക്കുന്നത്, അതെന്തായാലും വേണ്ട, ഇത് നീ ഇവിടെ സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവന്റെ അമ്മ അവിടെ നിന്ന് പോവാണ്. അവർ പോയി കഴിയുമ്പോൾ അവൻ കൗതുകത്തിന്റെ പുറത്ത് വീണ്ടും ആ ആൽബം എടുത്ത് നോക്കാൻ തുടങ്ങി. അതിനിടയിലാണ് ആ സൂ ടെന്നി എന്ന് പേരുള്ള ആ പെണ്ണിനെ അവൻ ശരിക്കും ശ്രദ്ധിക്കുന്നത്. അതിന് ഗവന്നിന്റെ ചായയുണ്ട്. മാത്രമല്ല മറ്റൊരു ഫോട്ടോയിൽ അവൾ ആ പസിഫയർ പിടിച്ചു നിൽക്കുന്നതാണ് കാണുന്നത്. ഈ സമയത്താണ് ആ റൂമിലുണ്ടായിരുന്ന പസിഫയർ അവൻ നോക്കുന്നത്. പക്ഷെ അത് അവിടെ നിന്നും മിസ്സിംഗ് ആണ്. അതിൽ നിന്നും ഗവൻ തനിക്ക് പണി തന്നതാണ് എന്ന് അവന് മനസ്സിലായി. ഇനിയിപ്പോ പെട്ടെന്ന് സ്കൂളിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മൊത്തം പണിയാവും. അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് ആ ബസ് ഡ്രൈവർ ആണ്. അവൻ വേഗം തന്നെ റോൺ കൊടുത്ത ആ കാർഡ് എടുത്തിട്ട് അവനെ വിളിക്കുകയാണ്. ഇതേ സമയം തന്നെ ആ അവാർഡ് വാങ്ങാൻ വേണ്ടി സ്റ്റീവും വൈഫും കൂടെ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. ആ അവാർഡ് കൊടുക്കാൻ വേണ്ടി ആ കമ്മിറ്റിയുടെ ഹെഡായ ഗവന്നിനെയാണ് അവരങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. ഈ സമയത്താണ് ഗവന്നിന്റെ സ്വഭാവം മാറുന്നത്. അവൾ പെട്ടെന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുകയാണ്. അത് നമ്മൾ നേരത്തെ കണ്ട വില്ലന്മാരാണ്. അതിന്റെ മെയിൻ ആളാണ് ഇവൾ. അവളുടെ കൂടെ ഉണ്ടായിരുന്നത് അവളുടെ അച്ഛനായിട്ട് കാണിച്ച ആളാണ്. ഈ സമയത്താണ് സ്റ്റീവ് അവളെ കുറിച്ച് ഓർക്കുന്നത്. കുറെ കാലങ്ങൾക്ക് മുമ്പ് അയാൾ കീഴടക്കിയ ഒരു സൂപ്പർ വില്ലൻ ഉണ്ടായിരുന്നു, റോയൽ പെയിൻ. അയാൾ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. പക്ഷെ അത് പെണ്ണായിരുന്നു എന്ന കാര്യം സ്റ്റീവ് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും അവളുടെ അസിസ്റ്റന്റും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അയാൾ ഉടനെ തന്നെ ആ പസിഫയർ എടുത്തിട്ട് അവളുടെ കയ്യിൽ കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ നിന്റെ ഈ ടോയ് വെച്ചിട്ട് നീ എന്നെ എന്ത് ചെയ്യാനാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റീവ് അവളെ കളിയാക്കാൻ തുടങ്ങി. ഈ സമയം അവൾ ആ പസിഫയർ വെച്ചിട്ട് അയാളെ ഷൂട്ട് ചെയ്യാണ്. അതോടൊപ്പം തന്നെ സ്റ്റീവ് ആണെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞായിട്ട് മാറിപ്പോകുന്നു. അങ്ങനെ ആരൊക്കെ അവളുടെ നേർക്ക് വരുന്നുണ്ടോ അവരെയൊക്കെ ഗവൻ കുട്ടികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ നിന്ന പണി കിട്ടും എന്ന് മനസ്സിലാവുമ്പോൾ ലൈലയും കൂട്ടരും വേഗം തന്നെ ഒരു ഡക്റ്റിന്റെ അകത്തേക്ക് കയറി മുന്നോട്ട് പോകാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും വില്ലു അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അവൻ സ്കൂളിലേക്ക് കയറുമ്പോൾ ലൈലയും കൂട്ടരും പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ലൈല ഉടനെ തന്നെ വില്ലിന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഈ ഗവൻ എന്ന് പറയുന്നത് റോയൽ പെയിന്റെ മകളാണ്. അവൾ ആ പസിഫയർ വെച്ചിട്ട് നിന്റെ അച്ഛനെയും അമ്മയടക്കം ഒരുപാട് പേരെ കുട്ടികളാക്കി എന്നൊക്കെയാണ് ലൈല പറയുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുമ്പോഴാണ് ആ പെന്നിയും സ്പീഡും ലാഷും അങ്ങോട്ട് വരുന്നത്. ഇവരൊക്കെ ഗവന്നിന്റെ ആൾക്കാരാണ്. അത് കാണുമ്പോൾ നീ ചെന്നിട്ട് ആ ഗവന്നിന്റെ കാര്യം നോക്ക്, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നാണ് വാറൻ പറയുന്നത്. അങ്ങനെ വില്ലു വേഗം തന്നെ ഗവന്നിന്റെ അടുത്തേക്ക് ഓടുകയാണ്. വാറനാണെങ്കിൽ വേഗം തന്നെ ചെന്നിട്ട് സ്പീഡുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയം പെന്നി ആണെങ്കിൽ അവളുടെ കുറെ കോപ്പികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേ സമയം ഗവനും അവളുടെ അസിസ്റ്റന്റും കൂടെ ആ കുട്ടികളൊക്കെ ഒരു ബസ്സിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഗവൻ സ്റ്റീവിനെ കയ്യിലെടുത്തിട്ടുണ്ട്. അവൾ കാര്യങ്ങളൊക്കെ അയാളോട് പറയാൻ തുടങ്ങി. ഈ കുട്ടികളെ എല്ലാം വെച്ചിട്ട് ഒരു സൂപ്പർ വില്ലൻ അക്കാഡമി തുടങ്ങാനാണ് അവളുടെ പ്ലാൻ. അതിനു മുമ്പ് ഈ സ്കൈ ഹൈ എന്ന സ്കൂള് തകർക്കണം. അതിനുള്ള സെറ്റപ്പ് അവൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും വിചാരിച്ച പോലെ അവൾ റോയൽ പെയിന്റെ മകളല്ല, മറിച്ച് റോയൽ പെയിൻ തന്നെയാണ് അവൾ. പണ്ട് സ്റ്റീവ് ഇവളുമായിട്ട് ഫൈറ്റ് ചെയ്തപ്പോ അവളുടെ കയ്യിലുണ്ടായിരുന്ന പസിഫയർ തകർന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇവൾ കുഞ്ഞായി പോയതാണ്. അതുകൊണ്ടാണ് പ്രതികാരത്തിന് ഇത്രയും വർഷം എടുത്തത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ ആ കുഞ്ഞിനോട് പറയുന്നത്. ഈ സമയത്താണ് വില്ല അവളുടെ അടുത്തേക്ക് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവൾ പറന്നു എന്ന് അവനെ ഇടിച്ചു തെറിപ്പിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ ഒരു ഫൈറ്റ് നടക്കാൻ തുടങ്ങി. ഇതേ സമയം പെന്നിയുടെ കോപ്പീസ് ആണെങ്കിൽ ലൈലയുടെ പുറകിലാണ്. ഈ സമയത്താണ് അവൾ അവളുടെ ശക്തി പുറത്തേക്ക് എടുക്കുന്നത്. അവൾ കൈ ഉയർത്തുമ്പോൾ കുറെ വള്ളികൾ അങ്ങോട്ട് വരാൻ തുടങ്ങി. അതെല്ലാം ആ പെന്നിയുടെ കോപ്പീസിനെ ചുറ്റി വരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ കിടന്ന് ചാവുന്ന മനസ്സിലാവുമ്പോൾ പെന്നി ഒരു സത്യം വിളിച്ചു പറയാൻ തുടങ്ങി. ആ റോയൽ പെയിൻ ഈ സ്കൂളിലെ ആന്റി ഗ്രാവിറ്റി ഡിവൈസിൽ എന്തോ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റിനുള്ളിൽ ഈ സ്കൂൾ ഭൂമിയിലേക്ക് ഇടിച്ചിറങ്ങും എന്നാണ് അവൾ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ ലൈല വേഗം തന്നെ ബാക്കിയുള്ളവരുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അതിനുശേഷം ആ ആന്റി ഗ്രാവിറ്റി ഡിവൈസ് സെറ്റ് ചെയ്ത ആ റൂമിന്റെ ബ്ലൂ പ്രിന്റ് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങോട്ടേക്ക് പോകാനുള്ള എല്ലാ വഴികളും റോയൽ പെയിൻ ലോക്ക് ചെയ്തിട്ടുണ്ട്. അവർ ആ ബ്ലൂ പ്രിന്റ് നോക്കുമ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഏക വഴി ഒരു കുഴലാണ്. ഒരു എലിക്ക് മാത്രമേ ആ സ്പേസിലൂടെ പോകാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മജന്ത പെട്ടെന്ന് എലിയായിട്ട് മാറിയിട്ട് ആ കുഴലിലൂടെ മുന്നോട്ട് പോകാൻ തുടങ്ങി. ഈ സമയം അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ബാക്കിയുള്ളവർ വിളിച്ചു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ആ ഡിവൈസിൽ ഒരു ചുവന്ന വയറുണ്ട്, അത് കടിച്ചു പൊട്ടിക്കണം. അതാണ് മജന്തയുടെ ജോലി. ഈ സമയവും വില്ലും റോയൽ പെയിനും തമ്മിലുള്ള ഫൈറ്റ് തുടരാണ്. അതിനിടയിലാണ് അവൾ അവനെ ഇടിച്ച് പുറത്തേക്ക് തെറിപ്പിക്കുന്നത്. അവൻ താഴെ പോയി എന്നാണ് അവൾ വിചാരിച്ചത്. എന്നാൽ ഈ അവസരത്തിലാണ് അവന് പറക്കാനും കഴിയും എന്ന കാര്യം അവൻ തിരിച്ചറിയുന്നത്. അങ്ങനെ ഉടനെ തന്നെ അവൻ തിരിച്ചു വരികയാണ്. അതിനുശേഷം വീണ്ടും അവളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഇത്തവണ അവളുടെ മുഖത്തിട്ടാണ് അവനൊരു ഇടി കൊടുക്കുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും അവൾ തീരുന്നില്ല. അവൾ വേഗം തന്നെ അവളുടെ സ്യൂട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബട്ടറിൽ ഞെക്കാൻ തുടങ്ങി. അതോടൊപ്പം ആ സ്കൂള് മൊത്തം താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ വില്ല് നേരെ പുറത്തേക്ക് പറഞ്ഞു എന്നിട്ട് ആ സ്കൂള് മൊത്തത്തിൽ താങ്ങി നിർത്താൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെ വളരെ വേഗത്തിൽ ആ സ്കൂള് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ മജന്തയാണെങ്കിൽ കഷ്ടപ്പെട്ട ആ വയറ് കടിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വീടിന്റെ മുകളിൽ വന്ന് വീഴാൻ തുടങ്ങുമ്പോഴാണ് മജന്ത ആ വയറ് പൊട്ടിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ആന്റി ഗ്രാവിറ്റി ഡിവൈസ് ആക്ടിവേറ്റ് ആയി ആ സ്കൂള് വായുവിൽ തന്നെ നിൽക്കുകയാണ്. ഈ സംഭവങ്ങളെല്ലാം ആ വീട്ടിലെ ആളുകളും കാണുന്നുണ്ട്. അത് കണ്ടിട്ട് ആ വീടിന്റെ ഉടമസ്ഥനാണ്
ആണെങ്കിൽ ബോധം കെട്ട് താഴേക്ക് വീഴാണ്. അങ്ങനെ വിൽ പെട്ടെന്ന് തന്നെ ആ സ്കൂളും പൊക്കിയെടുത്തിട്ട് ആദ്യത്തെ സ്ഥലത്തേക്ക് തന്നെ പറക്കുകയാണ്. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം തൽക്കാലം തീർന്നു. ഇനിയുള്ളത് ആ കുട്ടികളാണ്. എല്ലാവരെയും പഴയതുപോലെ ആക്കണം. അതിനുവേണ്ടി ആ മെഡിലിൽ ഒരു വഴി കണ്ടിട്ടുണ്ട്. അയാൾ ആ പസിഫയറിന്റെ പ്രവർത്തനങ്ങളൊക്കെ റിവേഴ്സ് ആക്കി ഓരോ കുട്ടികളെയും പഴയതുപോലെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം വില്ലിന്റെ അച്ഛനും അമ്മയും പഴയതുപോലെ തന്നെ ആയിട്ടുണ്ട്. വില്ല് ഇപ്പോൾ അവന് പറ്റിയ തെറ്റൊക്കെ അവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ആ മിസ്റ്റർ ബോയ് അങ്ങോട്ട് വരുന്നത്. ആ ഹീറോ ഓഫ് ദ ഇയർ അവാർഡും അയാളുടെ കയ്യിലുണ്ട്. അങ്ങനെ അയാൾ ആ അവാർഡ് സ്റ്റീവിന് കൊടുക്കുകയാണ്. എന്നാൽ സ്റ്റീവ് ആണെങ്കിൽ അത് സ്വീകരിക്കുന്നില്ല. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ഈ വിജയത്തിന് കാരണം ഞാനല്ല, അത് ഈ നിൽക്കുന്ന സൈഡ് കിക്സ് ആണ്. ഇവരാണ് യഥാർത്ഥ ഹീറോസ്. അതുകൊണ്ട് ഈ അവാർഡ് അർഹിക്കുന്നത് ഇവർ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് സ്റ്റീവ് ആ അവാർഡ് എടുത്തിട്ട് ആ സൈഡ് കിക്സിന് കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ അവർക്കും ശരിക്കും സന്തോഷമായി. അങ്ങനെ ആ സ്കൂളിന്റെ പ്രിൻസിപ്പൽ റോയൽ പെയിനെയും ഗ്യാങ്ങിനെയും ആ വെള്ള റൂമിന്റെ അകത്തിട്ടിട്ടാണ് പൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അവരുടെ ഒരു ശക്തിയും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. വില്ലും ലൈലയും ആണെങ്കിൽ അവരുടെ ഡേറ്റിംഗ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.